നമസ്കാരം. പ്രധാന വാർത്തകളുമായി അവർ TV 24/7. This news brought to you by Lucky Center and Lucky Department Store, Ajjuman. UAE തൊഴിൽ നിയമ ഭേദഗതി. ഇന്നു മുതൽ ജീവനക്കാരുടെ ക്ഷേമം കമ്പനികൾ ഉറപ്പാക്കണം. ജീവനക്കാർക്ക് സൗജന്യ താമസവും ആരോഗ്യ പരിരക്ഷയും ഇൻഷുറൻസും നൽകേണ്ടത് കമ്പനിയുടെ ഉത്തരവാദിത്തമാണെന്ന് മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. ബ്രിട്ടനിലും ഇനി ആഴ്ചയിൽ 4 ദിവസം ജോലി, 3 ദിവസം അവധി ഒക്ടോബർ മുതൽ പ്രാബല്യത്തിൽ. ആഴ്ചയിൽ 3 ദിവസം അവധിയും 4 ദിവസം ജോലിയുമായി ബ്രിട്ടൻ ഒക്ടോബർ മുതൽ പ്രാബല്യത്തിൽ. ബ്രിട്ടനിൽ പ്രവൃത്തി ദിനങ്ങൾ 4 ചുരുക്കാൻ ലേബർ സർക്കാർ. തൊഴിലാളികൾക്ക് കൂടുതൽ അവകാശങ്ങൾ ഉൾപ്പെടുന്ന നിയമങ്ങൾ ഒക്ടോബർ മുതൽ നിലവിൽ വരാൻ സാധ്യത. വയനാട് ദുരന്തം. ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രവാസ സംഘടനയായ ഓർമ്മ 40 ലക്ഷം രൂപ നൽകി. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. വടക്കൻ ആന്ധ്രാപ്രദേശിനും തെക്കൻ ഒഡീഷയ്ക്കും സമീപം സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതിനാൽ കേരളത്തിൽ വ്യാപകമായി മഴ പെയ്യാൻ സാധ്യത. കാറ്റ്, ഇടിമിന്നൽ മുന്നറിയിപ്പുമുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം സ്വദേശി റിയാദിൽ നിര്യാതനായി. മലപ്പുറം മഞ്ചേരി തുറയ്ക്കൽ ജുമാ മസ്ജിദ് റോഡിലെ പുതുശ്ശേരി മടത്തിൽ വീട്ടിൽ കിസാൻ മോൻ 28 വയസ്സാണ് റിയാദിലെ അസ്ചർ സനദ് ആശുപത്രിയിൽ മരിച്ചത്. റിയാദിലെ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു. മലയാളി നഴ്സ് കുവൈറ്റിൽ മരിച്ചു. കുവൈത്തിലെ അദാൻ ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സായ ബ്ലസി സാലു 38 വയസ്സ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് അന്തരിച്ചു. അർബുദമായിരുന്നു മരണകാരണം. ബംഗളൂരുവിൽ മലയാളി യുവതി മരിച്ച നിലയിൽ. മരിച്ചത് വിമാനത്താവളത്തിലെ കഫേ ജീവനക്കാരി. കോഴിക്കോട് നാദാപുരം കല്ലാച്ചി വലിയപറമ്പത്ത് ധന്യയുടെ മകൾ അശ്വതിയെ വെള്ളിയാഴ്ച രാവിലെ ചിക്കജാല വിദ്യാനഗറിലെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇനി സ്പോർട്സ്. ഷൂട്ടിങ്ങിൽ മണി സർവാളിന് വെള്ളി, 100 മീറ്ററിൽ പ്രീതി പാലിന് വെങ്കലം. സ്വാന്തന പന്ത്. ചാരിറ്റി സൗഹൃദ ഫുട്ബോളിൽ സൂപ്പർ 11 വീഴ്ത്തി മുഹമ്മദ് അൻസ്. US ഓപ്പണിൽ വൻ അട്ടിമറി. 3ാം സീഡറായ കാർലോസ് അർക്കാരസ് 2ാം റൗണ്ടിൽ പുറത്ത്. പാരാലിമ്പിക്സ് ഷൂട്ടിങ്ങിൽ റെക്കോർഡോടെ സ്വർണം നേടി അവനി ലേഖ്ര. ഇംഗ്ലണ്ട് ഡിഫൻഡർ കീറ ട്രിപ്പിയർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിച്ചു. പാരാലിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ബഹ്റൈൻ പങ്കെടുത്തു. ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം. This news brought to you by Lucky Center and Lucky Department Store, Ajjuman.